ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ബിയോണ്ട് ഫിയർ അതിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ നോക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി ഡയറി എഴുതലാണ് കേട്ടോ. ഡയറി റൈറ്റിംഗ് ആണ്. സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, അതിനെ ബേസിച്ച് ഒരു ഡയറി എഴുതാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ദ ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. ഷി ബിക്കേം വെരി ഹാപ്പി. ഷി wrote her feelings in her diary. What would be her diary entry? എന്താണ്? ഫയർമാൻ ദിൽനയ്ക്ക് ഒരു അവാർഡ് നൽകി. അവൾക്ക് വലിയ സന്തോഷമായി. അവളുടെ ഫീലിങ്സ് അവളുടെ ഡയറിയിൽ എഴുതി. എന്തായിരിക്കാം അവൾ ഡയറിയിൽ എഴുതിയത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് കൊടുക്കണം ഫസ്റ്റ് തന്നെ. അപ്പൊ അവളെ കൊടുത്തിട്ടുണ്ട് അല്ലെ, 25th June 2025 മൺഡേ എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഐ ബിക്കേം എ റിയൽ ഹീറോ ടുഡേ. ഇന്ന് ഞാൻ ഒരു റിയൽ ഹീറോ ആയി എന്നാണ് തന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് എഴുതണം. അപ്പൊ എന്തൊക്കെ എഴുതാം? അവളെ ഇൻവൈറ്റ് ചെയ്തതും അതുപോലെ തന്നെ അവാർഡ് കൊടുത്തതൊക്കെ എഴുതാം കേട്ടോ. ദ ഫയർമാൻ ഗേവ് മീ ആൻ അവാർഡ് ഫോർ സേവിംഗ് മൈ മദർ. When they handed it to me, they smiled and said, "You are the real hero." My heart was full of joy, but I didn't really feel like a hero. I was just glad that my mother was safe. എന്താണ്? ഫയർമാന് അവളെ അമ്മേനെ രക്ഷിച്ചതിനാല് അവൾക്കൊരു അവാർഡ് നൽകി. നൽകുന്ന സമയത്ത്, ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവര് ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? യു ആർ എ റിയൽ ഹീറോ എന്ന് പറഞ്ഞു. എന്റെ ഹൃദയം എന്താണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബട്ട് ഐ ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. ഐ വാസ് ജസ്റ്റ് ഗ്ലാഡ് ദാറ്റ് മൈ മദർ വാസ് സേഫ്. എനിക്ക് ശരിക്കും ഒരു ഹീറോ ആണെന്ന് തോന്നിയില്ല. എനിക്ക് അമ്മയെ രക്ഷിച്ചതിനുള്ള സന്തോഷമായിരുന്നു എന്ന് എഴുതാം കേട്ടോ. ഐ റിമെമ്പേർഡ് ഹൗ സ്കെയർഡ് ഐ വാസ് ദാറ്റ് ഡേ, ബട്ട് ഐ സ്റ്റേഡ് കാം ആൻഡ് കോൾഡ് 101 ജസ്റ്റ് ലൈക്ക് മൈ ഗ്രാൻഡ് മദർ ടോട്ട് മീ. അന്നത്തെ ദിവസം ഞാൻ എത്രത്തോളം പേടിച്ചു എന്നുള്ളതും പക്ഷെ ഞാൻ കാമായി നിന്നിട്ട് അമ്മമ്മ എന്നെ പഠിപ്പിച്ചതനുസരിച്ച് 101ക്ക് വിളിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. നൗ ഐ നോ ദാറ്റ് ഈവൻ കിഡ്സ് ക്യാൻ ബി ഹീറോസ് ഇൻ എമർജൻസീസ്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ. ഗുഡ് നൈറ്റ്. ഇപ്പോ എനിക്ക് മനസ്സിലായി എന്താണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ കിഡ്സിന് വരയ്ക്കും എന്തായി മാറാം, വീരന്മാരായിട്ട് മാറാൻ പറ്റുമെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇന്നത്തെ ദിവസം മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുക കേട്ടോ. ഗുഡ് നൈറ്റ് എന്ന് എഴുതുക. ആക്ടിവിറ്റി 2 നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ആൻഡ് ചെക്ക് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ്. കളർ ദ അപ്രോപ്രിയേറ്റ് ബോക്സസ്. അതായത് ചുവടെയുള്ള സെന്റൻസസ് എല്ലാം വായിച്ചു നോക്കിയിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ട്രൂ ആണെങ്കിൽ ട്രൂ ബോക്സ് കളർ ചെയ്യുക, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ബോക്സിൽ കളർ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ദിൽന ആൻഡ് ഐസക് വർ പ്ലേയിങ് ഇൻ ദ ലിവിംഗ് റൂം. അവർ രണ്ടുപേരും കളിച്ചിരുന്നത് ലിവിംഗ് റൂമിലായിരുന്നോ? അല്ല അല്ലെ. എവിടെയായിരുന്നു? ബാക്ക് യാർഡ് ഓഫ് ദയർ ഹൗസ്. വീടിന്റെ പുറകുവശത്തായിരുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? ഫോൾസ് ബോക്സിൽ കളർ ചെയ്യുക കേട്ടോ. സെക്കൻഡ് സെന്റൻസ് ദ ഫയർമാൻ ഗീവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെർ അപ്പ്. ഫയർമാൻ ദിൽനയുടെ അമ്മയ്ക്ക് വെള്ളം കൊടുത്തു, ഉണർത്താൻ വേണ്ടിയിട്ട് വെള്ളം കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണ് അല്ലെ, ട്രൂ ആണ്. ട്രൂ ബോക്സ് കളർ ചെയ്യുക. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ മദർ. അമ്മയുടെ കൂടെ സ്ഥിരമായി കളിച്ചിട്ടുണ്ടായിരുന്ന ഗെയിം ദിൽന ഓർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ശരിയാണോ? അല്ല, ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിക്കുന്ന ഗെയിം ആണ് അല്ലെ. അപ്പൊ അതൊരു ഫോൾസ് സെന്റൻസ് ആണ്. അടുത്ത സെന്റൻസ് ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ട്രൂ ആണ് അല്ലെ. ട്രൂ ബോക്സ് കളർ ചെയ്യുക കേട്ടോ. ദിൽന ഓവർകെയിം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. അവളെ ഈ എമർജൻസി സിറ്റുവേഷൻ അവളുടെ മുൻകാല അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവളുടെ സിറ്റുവേഷൻ ഓവർകെയിം ചെയ്യാൻ പറ്റിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആണോ? അല്ല, ആ ഗ്രാൻഡ് മദറുമായിട്ടുള്ള കളിയുടെ ഓർമ്മ വന്നതുകൊണ്ടാണ് അല്ലെ അവൾക്ക് അത് എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ പറ്റിയത്, തരണം ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതൊരു ഫോൾസ് സെന്റൻസ് ആണ്. കളർ ചെയ്യുക, ഫോൾസ് ബോക്സിൽ കളർ ചെയ്യുക. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ദ ഫോൾസ് സെന്റൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അതായത് ഇവിടെ ഫോൾസ് സെന്റൻസസ് ഉണ്ടായിരുന്നു അല്ലെ, അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് എന്താണ് ചുവടുത്ത സ്പേസിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയായിരുന്നു ഫോൾസ് സെന്റൻസസ്? ഫസ്റ്റ് വണ് ഫോൾസ് ആയിരുന്നു അല്ലെ. ദിൽന ആൻഡ് ഐസക് വർ പ്ലേയിങ് ഇൻ ദ എവിടെയായിരുന്നു? പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദയർ ഹൗസ്. ദെൻ പിന്നെ ഏതാണ് ഫോൾസ്? ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ മദർ അല്ല, വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. Then last one, Dilna overcame the emergency situation based on the past experience alla, based on the game her grandmother taught her. Activity 3, let's read a notice. ഇവിടെ ചൂടെ നമുക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ട് കേട്ടോ. ആ നോട്ടീസ് വായിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നോട്ടീസ്: honoring our little hero GLPS Shripuram on 12th January 2025 at 2 p.m. venue school auditorium. Dear friends, we are happy to invite you to a special program to honor Shruti,
the recipient of the Ujjwala Balyam Award for developing a learning app for self-study. The program will be inaugurated by Honorable Minister for Education. All are welcome to the program. Shripuram on 1st January 2025. Headmaster GLPS Shripuram. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് നോട്ടീസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചുവടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ഒരു നോട്ടീസ് എഴുതാൻ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. വാട്ട് ഈസ് ദ നോട്ടീസ് അബൌട്ട്? അപ്പൊ ഈ തന്നിരിക്കുന്ന നോട്ടീസ് എന്തിനെ കുറിച്ചാണ്? ദ നോട്ടീസ് ഈസ് അബൌട്ട് ഓണറിംഗ് ശ്രുതി, the recipient of the Ujjwala Balyam Award for developing a learning app for self-study. ഇതിനെ കുറിച്ചാണ് ഈ നോട്ടീസ് എന്നുള്ളത് നോട്ടീസിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. Then what is the title of the program? ഈ പരിപാടിയുടെ തലക്കെട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? The title of the program is Honoring Our Little Hero എന്നാണ് അല്ലെ. അപ്പൊ നമ്മളൊരു നോട്ടീസ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നോട്ടീസ് എന്ന് എഴുതുക, പിന്നെ അതിന്റെ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഓണറിങ് അവർ ലിറ്റിൽ ഹീറോ ആണ് അല്ലെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ എഴുതണം കേട്ടോ ടൈറ്റില്. ദെൻ വേർ ഈസ് ദ പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? നമ്മൾ എവിടെയാണ് പരിപാടി നടക്കാൻ പോകുന്നത് എന്നാണ് കേട്ടോ. ദ പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി ഹെൽഡ് ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം GLPS ശ്രീപുരം. പ്രോഗ്രാം എവിടെയാണ് നടക്കാൻ പോകുന്നത് പറഞ്ഞു. എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അല്ലെ, GLPS ശ്രീപുരം. Then when is the program going to held? എപ്പോഴാണ് പരിപാടി നടക്കുന്നത്? The program is going to be held on 12 January 2025 at 2 p.m. എപ്പോഴാണ് പരിപാടി നടക്കുന്നത് എന്ന് പറയുക. എന്നിട്ട് ഡേറ്റും അതുപോലെ തന്നെ സമയവും കൊടുക്കണം. Then who will inaugurate the program? ആരാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആരാണ്? ഓണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ അല്ലെ. The Honorable Minister for Education will inaugurate the program. Dilna became a hero. She was invited to Cheruvapadi Fire Station to receive an award. Prepare a notice for the program. അപ്പൊ നമ്മളോട് നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. ദിൽന ഒരു ഹീറോ ആയി മാറി എന്താണ് അവളെന്നെ ചെരുവപ്പാടി ഫയർ സ്റ്റേഷനിലേക്ക് എന്താണ് അവാർഡ് സ്വീകരിക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എവിടെ വെച്ചാണ് നടത്തുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്. ചെരുവപ്പാടി ഫയർ സ്റ്റേഷൻ ഹാൾ വെച്ചിട്ടാണ്. ഡേറ്റ് എന്നാണ്? 10th July 2025 ടൈം 10 AM. ചീഫ് ഗസ്റ്റ് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ ആണ് അല്ലെ. നോട്ടീസ് എഴുതുമ്പോ ഫസ്റ്റ് എന്ത് എഴുതണമെന്നാ പറഞ്ഞത്? ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം ആണ് അല്ലെ. ഇവിടെ എന്ത് അവാർഡാണ് കിട്ടാൻ പോകുന്നത്? ബ്രേവറി അവാർഡാണ് അല്ലെ. അതായത് ധീരതയ്ക്കുള്ള അവാർഡാണ് അല്ലെ. ബ്രേവറി അവാർഡ് സെറിമണി ചെരുവപ്പാടി ഫയർ സ്റ്റേഷൻ. ഡേറ്റ് എന്നാണ് നടത്തുന്നത്? ഓൺ 10th July 2025 10 AM. ദെൻ വെന്യൂ, ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അത് കൊടുക്കുക. നമുക്ക് തന്നിട്ടുണ്ട് ചെരുവപ്പാടി ഫയർ സ്റ്റേഷൻ. അപ്പൊ എന്താണ് എങ്ങനെ എഴുതുക? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, we are delighted to invite everyone to a special award ceremony honoring Dilna, an 8-year-old girl who saved her mother's life for her bravery. ഇങ്ങനെ എഴുതുക. ദെൻ ആരാണ് ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത് പറയണം. The Honorable District Collector will be the chief guest. All are welcome to the program. അതായത് നമ്മള് ചീഫ് ഗസ്റ്റ് ആരാന്ന് പറയുന്ന സമയത്ത് നമ്മള് ബഹുമാനപ്പെട്ട അങ്ങനെ പറയണം കേട്ടോ. ബഹുമാനപ്പെട്ട എന്നുള്ളതിന് ഓണറബിൾ എന്നാണ് പറയുക കേട്ടോ. The Honorable District Collector will be the chief guest. All are welcome to the program. പിന്നെ പ്ലേസും ഡേറ്റും കൊടുക്കണം. പ്ലേസ് എവിടെയാ? ചെരുവപ്പാടി. പിന്നെ ഡേറ്റ് പറയുക, ഡേറ്റ് എഴുതുക. നോട്ടീസ് നമ്മൾ എപ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം? ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുന്നേ അല്ലേ. അപ്പൊ നമുക്ക് ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ചുവടെ പ്ലേസും ഡേറ്റും കൊടുക്കുമ്പോൾ ഡേറ്റ് എന്തായിരിക്കണം? 10th July എന്നാണ് ഇവിടെ അല്ലേ. അതിന് മുന്നത്തെ ഏതെങ്കിലും ദിവസം ആയിരിക്കണം, ഒരു 5-6 ദിവസം മുന്നേ കേട്ടോ. അപ്പൊ അവിടെ 2nd July എന്ന് കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ 3rd July 2025 അങ്ങനെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇൻസ്പെക്ടർ ഫയർ സ്റ്റേഷൻ ചെരുവപ്പാടി ഇങ്ങനെ എഴുതുക കേട്ടോ.